ഹലോ മൈ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പൊമ്പാനോ കൊണ്ട് നല്ല ഒരു അടിപൊളി പൊമ്പാനോ കേരള സ്റ്റൈല് പൊമ്പാനോ ഫിഷ് കറി ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഈ കടയിൽ നിന്ന് ഞാനിങ്ങനെ കട്ട് ചെയ്ത് എനിക്ക് വാങ്ങിക്കാൻ കിട്ടിയതാണ്. ഇതിൻ്റെ സ്കിന്നൊക്കെ ഊരിയതാണ്. പക്ഷേ ഇതിൻ്റെ ആകമൊക്കെ ഇച്ചിരി കൂടി ക്ലീൻ ആവാനുണ്ട്. അതുകൊണ്ട് ഞാനൊരു ലൈം, ഒരു നാരങ്ങ രണ്ടായിട്ട് കണ്ടിച്ചിട്ട് നല്ലതായിട്ട് ഉപ്പിൽ മുക്കിയിട്ട് ഞാനിങ്ങനെ അതിൻ്റെ പുറത്തിങ്ങനെ തേക്കും. അന്നേരത്തേക്ക് അത് നല്ല ക്ലീനായിട്ട് വരും. ഇതിൻ്റെ അകത്തൊക്കെ ഇതുകൊണ്ട് ഇങ്ങനെ തൂത്താൽ മതി, അതെല്ലാം പോയി കിട്ടും. എന്നിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നല്ല ക്ലീൻ ആയിട്ടില്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് ഇത് ഞാൻ 3 പൊമ്പാനോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 കുടംപുളി നമ്മൾ വെള്ളം ഒഴിച്ച് ഇടുക. 6 പീസ് കുടംപുളി ഞാൻ വെള്ളം ഒഴിച്ച് ഇടുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് അതൊന്ന് കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകമൊക്കെ നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് വെള്ളം ഞാൻ ഉപയോഗിക്കാറില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടിയത് 1/4 ടീസ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയത് മുളക് പൊടിയാണ്. 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാദാ മുളക് പൊടിയും 4 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടിയും എടുക്കുക. പിന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 4 തണ്ട് കരിവേപ്പില അടർത്തിയെടുത്തത് ഇടുക. പിന്നെ സവോള അരിഞ്ഞത്, വലിയ സവോളയല്ല, ചെറിയ സവോളയാണ്. അപ്പോൾ സവോള ഞാൻ അരിഞ്ഞത് എടുത്തിട്ടു. പിന്നെ മുളക് പൊടിയും കൂടി ഇട്ടു. അതിലേക്ക് നമ്മൾക്കിനി ഒരു പച്ചമുളക്, അത് എരിവ് വേണ്ടാത്തൊരു എരിവ് കുറഞ്ഞ മുളക് പൊടി ഇങ്ങനെ ഇതേപോലെ അരിഞ്ഞിടുക. ഇനി വേണ്ടത് നമുക്ക് 2 ടേബിൾ സ്പൂണ് 2 ഗാർലിക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിടുക, കനം കുറച്ചിട്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഇഞ്ചിയാണ്. ഇഞ്ചി ജിഞ്ചർ, അത് നമ്മൾ കനം കുറച്ച് ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിടുക. അല്ലെങ്കിൽ അരയാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും കേട്ടോ നമുക്ക്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കൈ കൊണ്ട് അരിയേണ്ട കേട്ടോ. നിങ്ങൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അരിഞ്ഞാൽ മതി, അല്ലെ കൈ പോകും. അപ്പം ഇതേപോലെ 2 ടേബിൾ സ്പൂൺ നമ്മൾ അരിഞ്ഞെടുക്കുക. അതിലേക്ക് ഉലുവ നമ്മൾ വെള്ളത്തിലിട്ടതല്ലേ, അതും കൂടി ഇടും. ഇതിൻ്റെ മേലിൽ നമുക്ക് ഇതുപോലെ നികത്ത് വെള്ളം ഒഴിക്കുക. ഇതിൻ്റെ ജസ്റ്റ് മുകളിൽ വെള്ളം കിടക്കുക, ജസ്റ്റ് മുകളിൽ വരെ നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലതായിട്ടൊന്ന് ഇത് അരച്ചുകൊണ്ട് വരാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഞാനിപ്പോൾ ഇത് അരച്ചുകൊണ്ട് വന്ന് ഇനി ഒരു ചട്ടിയിൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തൊരു വേറെ ഓയിൽ ഒഴിക്കുക. പക്ഷേ കേരളത്തിൻ്റെ നമ്മുടെ ശരിക്കുള്ള കേരള മീൻകറി ടേസ്റ്റ് വരണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വേണം. അപ്പം നമ്മൾക്ക് ഇനി ഇതിനെ നല്ലതായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ഇതിങ്ങനെ കണ്ടിന്യൂസ് നമ്മൾ ഇളക്കണം. പക്ഷേ തീ നമ്മൾ ഒരു മീഡിയം ലോയിൽ വെക്കാവുള്ളൂ. ഇതുപോലെ ബബിൾ ചെയ്തിങ്ങനെ ഇങ്ങനെ നമ്മുടെ മേത്തോട്ടൊക്കെ തെറിക്കുന്ന കണക്ക് വരും. അല്ലെങ്കിൽ എന്നിട്ട് നമ്മൾ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇടുക. എന്നിട്ട് നമ്മൾ എപ്പോഴും ഒരു ലോ ഫ്ലെയിമിനേക്കാൾ ഇച്ചിരി കൂടി കൂട്ടി വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ഇളക്കി അതിൻ്റെ പച്ചപ്പൊക്കെ നമുക്ക് മാറിപ്പോകണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ്. ഇത് കണ്ടോ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറുകി വരും. ഇതുപോലെ ഇത്രയും കുറുകി വന്നിട്ട് ഒരു കറുത്ത കളറിലേക്ക് പോകും ഇത്. അന്നേരത്തേക്ക് നമുക്ക് അത് റെഡിയായി. ഇപ്പം ചിലപ്പം നിങ്ങൾക്ക് ഇനി പാത്രത്തിൻ്റെ ഇതിലൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, എണ്ണ ഒഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർ കുറച്ച് 2-3 ടേബിൾ സ്പൂൺ വീതിച്ച് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് എന്നാൽ കരിഞ്ഞും പോകരുത്. അതുകൊണ്ടാണ് തീ കുറച്ച് വെച്ചിട്ട് ഇത് ചെയ്യണം. അപ്പോൾ ഇത് പക്ഷേ ഉണ്ടാക്കി നോക്കിക്കോ, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഏത് മീനും കേട്ടോ ഇതുപോലെ വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇത് തന്നെ, ഈ മീൻകറി തന്നെ നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ നോക്കും. അത്ര ടേസ്റ്റാണ് ഈ മീൻകറിക്ക്. അപ്പോൾ നിങ്ങൾ ഇച്ചിരി ഒരു സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കണ്ടോ, ഇതേപോലെ ആയി കഴിയുമ്പം നമുക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വേറെ ജോലികളൊക്കെ ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കണം. പക്ഷേ ഇതുപോലെ ആയി കഴിയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. നിങ്ങൾ ഒന്നെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഇച്ചിരി കൂടി, ഇല്ലെങ്കിൽ വെള്ളം ഒഴിക്കണം, ഓയിൽ പേടിയായിട്ടുള്ളവർ. എന്നിട്ട് ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. മീൻ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മളിത് വെള്ളം ഒഴിച്ച് അരപ്പെല്ലാം ഒന്നും കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്ത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യുമല്ലോ. അതുപോലെ ഷെയറും ലൈക്കും ചെയ്യണം കേട്ടോ. അതുപോലെ ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ മീൻ ഇടുമ്പോഴത്തേക്ക് ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കുക മാത്രം മതി, അല്ലെങ്കിൽ വെള്ളം കൂടി പോകും. വെച്ചാൽ ഇത് ഒത്തിരി നേരം നമുക്ക് തേർത്താൻ പറ്റത്തില്ല, മീൻ ഒത്തിരി വെന്ത് പോവും. ഇതുപോലെ മീനുകളെല്ലാം നമ്മൾ ഇട്ടേച്ച് ആ മീനിൻ്റെ പുറത്തോട്ട്, ഇത് നല്ല തിക്കായിട്ടുള്ള അരപ്പാണ്. അപ്പം നമുക്ക് ഈ മീനിൻ്റെ പുറത്തോട്ട് നമുക്കിത് ഈ അരപ്പെല്ലാം ഒന്ന് സ്പൂൺ കൊണ്ട് കോരിയിടാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുളി നമ്മൾ വെള്ളത്തിലിട്ടിരിക്കുന്നത് അത് കഴുകിയെടുത്തിട്ട് പുളിയെല്ലാം ഇടുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ മീനിൻ്റെ പുറത്ത് ഇത്രയും വെള്ളമേ ആകാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കൂടിപ്പോകും. ഇനി വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അതിങ്ങനെ ഒന്ന് പറ്റിച്ചെടുക്കണമെന്ന് വിചാരിച്ചാൽ മീൻ ഒത്തിരി വെന്ത് പോകും. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. നമുക്ക് ഒന്ന് ജസ്റ്റ് തിളയ്ക്കാൻ അനുവദിക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം കഴിയണം. മൂടി വയ്ക്കുമ്പോൾ ഏറ്റവും ലോയിൽ വെക്കാമെങ്കിൽ അത്രയും ടേസ്റ്റ് ആകും നിങ്ങളുടെ മീൻ. എന്നുവെച്ചാൽ ഇതിൻ്റെ തിളയ്ക്കുമ്പം തന്നെ ഇത് പകുതി വെന്താ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഒരു കുറച്ച് സമയം കഴിഞ്ഞു, നമ്മൾ നോക്കി മീനെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി നമ്മുടെ നല്ല അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.